ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള റഫെല്ലോ ചീസ് കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. സാധാരണ എല്ലാവരും റഫെല്ലോ പുഡിംഗാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ബട്ടർ, അതുപോലെ തന്നെ ഫിലാഡൽഫിയ ചീസ്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഡ്രീം വിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തിക്ക് ക്രീമും എടുത്തിട്ടുണ്ട്. മെരിഗോൾഡ് ബിസ്ക്കറ്റാണ് വെച്ചിട്ടാണ് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ. മെരിഗോൾഡ് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്, അതുകൊണ്ട് മെരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബിസ്ക്കറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മെൽറ്റഡ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ക്രഷ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ബട്ടറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും അങ്ങനത്തെ ഒക്കെ വിപ്പ് ചെയ്തെടുക്കുമ്പോഴേക്ക് തന്നെ ഇതൊന്ന് സെറ്റായി വരും. ആ ഒരു സമയത്തേക്ക് ഞാനിവിടെ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ക്രീം ലെയർ ആണല്ലോ, അപ്പോൾ അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡ്രീം വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പാക്കറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റ്. അതിലേക്ക് 1 ഗ്ലാസ്സോളം മിൽക്ക് പൗഡർ കലക്കിയിട്ടാണ് ഞാൻ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് തണുത്ത പാലുണ്ടെങ്കിൽ അതും വെച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമ്മളെ വിപ്പിംഗ് ക്രീം ഓൾമോസ്റ്റ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ക്രീം ചീസും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് അതൊന്ന് വിപ്പ് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് ഇവിടെ ചൈന ഗ്രാസ് ഉരുകി വരുന്നുണ്ട്. ചൈന ഗ്രാസ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കുറച്ചൊന്ന് ചൂട് ആറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വിപ്പ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തിക്ക് ക്രീമും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഫിലാഡൽഫിയ ക്രീം ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഫെല്ലോൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുള്ളത്. റഫെല്ലോ ചോക്ലേറ്റ് നമ്മളെല്ലാവരും കഴിച്ചു കഴിക്കും. അപ്പം ഈ ഒരു തേങ്ങേൻ്റെ ഒരു ടെക്സ്ചറാണല്ലോ, അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ 1 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്.
എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ നമ്മൾ ഇത് ആഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഇളം ചൂടിൽ വേണം നമ്മൾ ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ചൈന ഗ്രാസ് കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഫിലാഡൽഫിയൻ്റെ ക്രീം ചീസ് ആഡ് ചെയ്യുന്നത് എടുക്കാനായിട്ട് എന്നോട് വിട്ടുപോയിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടി വിപ്പ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ലെയറിലേക്ക് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലെയർ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതും ഒന്ന് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 9 to 8 hours എങ്കിലും ഫ്രിഡ്ജിൽ താഴത്ത് വെച്ചിട്ട് സെറ്റാവാനായിട്ട് വെക്കണം. അപ്പം ഒരു 8 hours ശേഷം ഞാനിവിടെ ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. ഇനി ഇതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് മുകളിലായിട്ട് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെയാണ് ആഡ് ചെയ്ത് ഒരുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റഫല്ലോ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ട് റഫല്ലോൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പം ജസ്റ്റ് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുകൊണ്ട് കാഷ്യൂ നട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തതാണിത്. അതാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഗാർണിഷ് ചെയ്യാനായിട്ട്. നമ്മൾ റഫല്ലോ ചോക്ലേറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുന്ന നേരം കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടാകുമ്പം കൊടുക്കാൻ പറ്റിയൊരു എന്താ പറയുക കോസി പുഡിങ് തന്നെയാണിത്. അപ്പം ഞാനിവിടെ ഒരു പീസ് കഴിച്ചു നോക്കുന്നുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാനായിട്ട്. കാരണം ഞാനിതുവരെ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് റഫല്ലോ ചീസ് കേക്ക് പുഡിങ് തയ്യാറാക്കുന്നത്. അപ്പം കേക്കിൻ്റെ ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ട്രേയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ കേക്ക് ട്രേ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ റഫല്ലോ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.